ബ്രേക്കിംഗ്. പൊന്നാനി എരമംഗലത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമമെന്ന് പരാതി. പെരുമ്പടപ്പ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി CPIM രംഗത്തെത്തി. ഉത്സവത്തിനിടെയുണ്ടായ സംഭവങ്ങളുടെ പേരിൽ പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. വിദ്യാർത്ഥികളെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. എന്താ നിങ്ങളാരെ വിളിച്ചിട്ടാരാ വിളിച്ചിട്ട് അമ്മ എവിടെ എത്തി? വിളിച്ചിട്ട് അമ്മയെ വിളിക്കും. എന്താ വയ്യ കിടക്കുന്ന അമ്മ? അമ്മ എന്തോ അറിഞ്ഞോളൂ. എന്തോ ചെയ്തെന്നാ നിങ്ങൾക്ക് എല്ലാം അറിയല്ലേ? വീട്ടിൽ നിന്നാണല്ലേ ഓനെ വിളിച്ചതിനെ പറഞ്ഞത്. എന്താ കാട്ടിയെന്ന് അവൻ പറഞ്ഞത് കേട്ടോ. കൂടുതൽ ഇങ്ങോട്ട് ഡയലോഗ് പറയാൻ കേട്ടോ. എന്താ ഡയലോഗ് ഡയലോഗ് കൊണ്ട് പറയണ്ട കേട്ടോ. കേട്ടോ നീച്ച കിട്ടില്ലേ വേഗം പോലീസുകാരനെ കേട്ടാ. വിനീഷോടെ വിനീഷ് പെട്ടെന്ന് വിനീഷിനെ കൊണ്ടുവരാൻ കൊണ്ടുപോയി ഞങ്ങൾ ശരിയാണ്. പോലീസുകാരനെ എണീച്ചിട്ട് ഒരാളെ സൂചിച്ചത് പ്രേമൻ്റെ മകനെയും അനുരാഗിനെയും ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ മാഫിയ സംഘങ്ങളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയൊക്കെ കൂട്ടാളികളായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ ജോജോ, ഉമേഷ്, ആ പേരൊക്കെ നമ്മൾ പരാതിയിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർ ഇവനെ കൊണ്ടുപോയത് പെരുമ്പടപ്പ് പാറ റൂട്ടിലുള്ള ഒരു ശ്മശാനത്തിലേക്കാണ്. മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഇവർക്കൊക്കെ കുട്ടികളൊക്കെ ഇല്ലേ? ഈ പറയുന്ന പോലീസുകാർക്കൊക്കെ കുട്ടികളില്ലേ? വയറിൻ്റെ അവിടെ നിന്നുള്ള രോമം, പൊക്കിളിൻ്റെ അവിടെ നിന്നുള്ള രോമം പറിച്ചെടുക്കുക, അതേപോലെ വൃഷ്ണം പിടിച്ച് ഞെരിക്കുക, ഇത്തരത്തിലുള്ള നമുക്കൊന്നും ഒരു ആധുനിക സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വരെ എങ്ങനെയാണ് ഒരു പ്രതിയായാൽ പോലും എങ്ങനെ പെരുമാറണമെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ക്രിമിനൽ സംഘം, കേരള പോലീസിനെ നാണക്കേടുണ്ടാക്കുന്ന ക്രിമിനൽ സംഘം പെരുമ്പടപ്പ് സ്റ്റേഷനിൽ വിഹരിക്കുന്നത്. നിഷ്ഠൂരമായാണ് പോലീസ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലാത്തികൊണ്ട് പല്ലടിച്ചു തകർത്തു, സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചു, കാറിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ പരിപാടി കഴിഞ്ഞാണ്ട് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടായി. അതിൽ ലാത്തി ഇങ്ങനെ വീശി ഞങ്ങളവിടെ നിന്ന് പോയതാ. ഞങ്ങൾ ഏട്ടന്മാരൊക്കെ അവിടെ നിന്ന് മാറി തന്നെയോ വേറൊരു വഴിക്ക് കയറി ഞങ്ങളെ നാട്ടിലേക്ക് പോകണ വഴി അവൻ്റെ ഉള്ളിലേക്ക് വന്നെങ്ങാണ്ടാണ് പിന്നെയും പോലീസ് തല്ലാണ് അടിച്ച്. അതിലാണ് ആദ്യം തന്നെ മുഖത്തേക്ക് അടിച്ച്, അതിൻ്റെ പല്ല് പൊട്ടി, പിന്നെ അടിച്ച് കയ്യമ്മയ്ക്ക് അടിച്ച്. എന്നെ ആദ്യം എൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ആരില്ലാണ്ടപ്പോൾ അവിടെ നിന്ന് അടിച്ച്. ഇവിടെ പോലീസിനെ അടിച്ചിട്ട് സുഖമായി ഇടുന്ന് ഉറങ്ങടാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് തല്ലി. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വിടുന്നു കാർ ഇട്ടിട്ട്. ഞാനതിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടിച്ച്. പക്ഷേ ബിനീഷിനെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. പിന്നെ വേറെ ഒരുത്തനുണ്ട്, ഓനൊക്കെ കൂടി തല്ലുണ്ട്. അവിടെ എന്നെ ഇവരാദ്യം തന്നെ കിച്ചണിൽ ഇട്ടിയപ്പോൾ പിന്നെ കുറച്ച് അടിക്കാണ്ട് നിന്ന് എൻ്റെ മോദിക്ക് തന്നിട്ട് ഈ അവിടെ നിന്നായി ഞങ്ങൾക്ക് ഇവനോട് പോയി കളറിഞ്ഞിട്ട് ഓനെ അവിടെ ഒരു കസേര കൊണ്ടുപോയിട്ട് അടിച്ചു. പാർട്ടിക്കാർ സ്റ്റേഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇത് ഇപ്പം തന്നെ പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് അടിച്ച് മെല്ലെ പോയാലെന്നൊക്കെ പറഞ്ഞു. അവർ പിന്നെ തെറിയും കാര്യങ്ങളായിരുന്നു വിളിച്ചത്. എൻ്റെ മോനെ എൻ്റെ മുന്നിൽ നിന്ന് കണ്ണി വലിച്ചു കൊണ്ടുപോയി എന്നെ തട്ടി മാറ്റിയിട്ട് അവർ വലിച്ചു കൊണ്ടുപോയി. മോനെ മൂത്ത മോനെ ചോദിച്ചിട്ടാണ് വന്നത്. രണ്ടാമത്തെ മോനെ കൊണ്ടുപോയത് എന്നെ തള്ളി മാറ്റിയിട്ട് എൻ്റെ മോനെ ഇവിടുന്ന് കാറുള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഞാനൊപ്പം വലിച്ചിട്ട് പോയി. വിനീഷിനെ കിട്ടിയല്ലാണ്ട് ഇവനെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് താഴ്ത്തിക്കാണ്ട് വലിച്ചിട്ടിട്ട് വലിച്ചടച്ചിട്ടാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ സ്ത്രീകൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെന്നെ പിടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അവരോട്, ബിനീഷിനെ കിട്ടാത്തന്നെ എന്തിനാണ് നിങ്ങൾ അനിയനെ കൊണ്ടുപോകണം? ഞങ്ങൾക്ക് അവനെ കൊണ്ടുപോകണം, കുഴപ്പമില്ല, അവനെ പിടിച്ച് കൊണ്ടുപോകണം, ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അവനെ മാന്യമായിട്ട് നല്ലപോലെ നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. ആ കുട്ടീനെ ഞങ്ങൾ സിനിമയിലും സീരിയലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ അടിച്ചു.
അതേസമയം ഉത്സവത്തിനിടെ യുവാക്കൾ പോലീസിനെയാണ് ആക്രമിച്ചതെന്നാണ് പെരുമ്പടപ്പ് പോലീസിന്റെ വിശദീകരണം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടില്ല, ഉടനെ തന്നെ വിട്ടയച്ചു എന്നാണ് പെരുമ്പടപ്പ് പോലീസ് വിശദീകരിക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മുബഷിർ പി അക്ബർ, ഗുഡ് ഈവനിംഗ്. ആ കരഞ്ഞുകൊണ്ട് പോകുന്നത് വിദ്യാർത്ഥികളാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവരെ എന്തിനു പിടിച്ചുകൊണ്ടുപോയി എന്ന ചോദ്യത്തിന് ഇപ്പോൾ പെരുമ്പടപ്പ് പോലീസ് നൽകുന്ന വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ് മുബഷിർ? ഇക്കാര്യത്തിൽ ആളുമാറി പോയി എന്നുള്ളതാണ് പെരുമ്പടപ്പ് പോലീസിന്റെ വിശദീകരണം. ജയപാർവതി, ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം പൊന്നാനിക്കടുത്ത് എരമംഗലത്തെ അവിടെ പ്രാദേശികമായി പതിവായി നടക്കുന്ന ഒരു ഉത്സവം നടക്കുന്നതിനിടയിലാണ് പോലീസിൽ ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഒരു മേഖലയിൽ സംഘർഷമുണ്ട്, ആളുകൾ തമ്മിലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുന്നു. തുടർന്ന് പോലീസ് ആ ഒരു മേഖലയിലെത്തിയ ആളുകളെ മാറ്റുന്നതിനിടയിൽ, ഈ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകളെ മാറ്റുന്നതിനിടയിലാണ് ചില ആളുകൾ പോലീസിനെ മർദ്ദിച്ചതായി പോലീസ് ആരോപിക്കുന്നത്. ആ മേഖലയിൽ തന്നെയുള്ള ഒരു പ്രദേശവാസിയായിട്ടുള്ള വിനീഷ് എന്ന് പറയുന്ന യുവാവാണ് പോലീസിനെ മാരകമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് വിനീഷിനെ പിടികൂടുന്നതിന് വേണ്ടിയാണ് പോലീസ് ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് പോലീസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എരമംഗലത്തെ ഈ വിദ്യാർത്ഥികളുടെ 19, 23 തന്നെ വയസ്സുള്ള ഈ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് എത്തി വിനീഷ് എവിടെയെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. വിനീഷ് ഇവിടെയല്ലെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് വിനീഷ് എവിടെയെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ആ വീട്ടിലെ മാതാപിതാക്കളും കുടുംബക്കാരും കുട്ടികളെ പിടിച്ചു വെച്ചതുകൊണ്ട് വലിച്ചിഴിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടില്ല. വിനീഷിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പെരുമ്പടപ്പ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികളെ ആളൊഴിഞ്ഞ മേഖലയിൽ കൊണ്ടുപോയി പ്രാകൃതമായ രീതിയിലുള്ള ഗുരുതരമായ ആക്രമണം നടത്തി അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ മേഖലയിലെ CPM നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഒരു ബന്ധു കൂടിയായ വിദ്യാർത്ഥികളെയാണ്, 18 വയസ്സിന് താഴെയുള്ളവരെയാണ് എന്നുണ്ടെങ്കിൽ പോലീസിനെതിരെ നിർബന്ധമായും കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ടോ? 18 വയസ്സിന് താഴെയുള്ളവരല്ല വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് കുടുംബവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ പോലീസിനെതിരെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPM എരമംഗലം ലോക്കൽ നേതൃത്വവും അത്തരം ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. വിനീഷിനെ ലഭിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ മാതാപിതാക്കൾ ചോദിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോലീസിന്റെ സംഘത്തിലുള്ള ചില ആളുകളുടെ താല്പര്യമാണ് ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ തന്നെ കാരണം എന്നുള്ളതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ചില പോലീസിലെ ആളുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നരനായാട്ടാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലാത്തി ഉപയോഗിച്ച് അടിച്ച സമയത്ത് 19 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ പല്ല് പോയിട്ടുണ്ട്. പിന്നീട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെ അതിക്രൂരമായി കുട്ടികളെ മർദ്ദിച്ചു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പുറത്തടിച്ചിട്ടുണ്ട്, കാലുകളിൽ അടിച്ചിട്ടുണ്ട്, രഹസ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. CPMO സമാനമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇങ്ങനെ ഒരു മർദ്ദനത്തിലേക്ക് പോയത് എന്തിനാണ് എന്നതാണ് ചോദ്യം. നിഷ്ഠൂരമായി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ പെരുമ്പടപ്പ് പോലീസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉടനെ തന്നെ വിദ്യാർത്ഥികളെ വിട്ടയച്ചു. യുവാക്കൾ പോലീസിനെയാണ് ആക്രമിച്ചത് എന്നതാണ് പെരുമ്പടപ്പ് പോലീസും വിശദീകരിക്കുന്നത്. ഇതിൽ തുടർ നടപടികൾ എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.